വളപ്പിൽ സംസ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള CBIക്ക് കൈമാറുന്നതിലൊരു അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. വാർത്ത നമ്മൾ കൊടുത്തതാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. വാർത്തയുടെ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ്, വിശദാംശങ്ങൾ. തുളസി, ഈ കാര്യത്തിൽ ഒരു നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഈ ഉദ്യോഗസ്ഥരാണ് ഈ പെർഫോമർ റിപ്പോർട്ട് അടക്കം CBIക്ക് കൈമാറുന്നതിൽ ഒരു കാലതാമസം ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയത് ഇവരുടെ പ്രവർത്തനങ്ങളാണ് എന്നതാണ്, ഇവരുടെ പിടിപ്പുകേടാണ് എന്നതാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുപാർശ ഇപ്പോൾ പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ CBIക്ക് കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനവും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ഇമെയിൽ മുഖാന്തരം ഈ വിജ്ഞാപനവും അതുപോലെ തന്നെ പെർഫോമർ റിപ്പോർട്ടും ഇപ്പോൾ CBIക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. തുളസി, കമലേഷ്, സസ്പെൻഷൻ അല്ലാതെ ഇവർക്കെതിരെ മറ്റ് നടപടികളോ കാര്യങ്ങളോ ആഭ്യന്തര സെക്രട്ടറിയോട് മുഖ്യമന്ത്രി റിപ്പോർട്ടും ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ഈ ഒരു വിഷയം നേരത്തെ തന്നെ വിവാദമായിരുന്നു. കാരണം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഈ SFIയുടെ പങ്ക് തുടങ്ങി നിരവധി വിവാദങ്ങൾ, സർക്കാരിനെതിരെ പ്രതിപക്ഷമടക്കം ആരോപണങ്ങളും ഇതൊരു രാഷ്ട്രീയ ആയുധം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വീഴ്ചയും ഉണ്ടായത്. ഇത് സർക്കാരിനെ അല്ലെങ്കിൽ LDFനെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും? തുളസി, തീർച്ചയായും തുളസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടമാണ്. നേരത്തെ ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് അവസാനമായത് എന്ന് പറയാം. പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ, യുവജന സംഘടനകളെല്ലാം ഈ വിഷയം ഏറ്റെടുത്ത് സെക്രട്ടറിക്ക് മുന്നിൽ വലിയ സമരവും പ്രതിഷേധവും നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലാണ് ഈ അന്വേഷണം CBIക്ക് വിടും എന്ന ഒരു ഉറപ്പ്, CBI അന്വേഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടൽ ഉണ്ടാകും, സർക്കാർ അത്തരത്തിലുള്ളൊരു വിജ്ഞാപനം ഇറക്കും എന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥിന്റെ പിതാവിന് നൽകിയത്. ഇതിന് പിന്നാലെ ആ വിജ്ഞാപനവും പുറത്തിറങ്ങി. എന്നാൽ അതോടുകൂടി ഈ വിഷയങ്ങളെല്ലാം അവസാനിച്ചതായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി അടക്കം പ്രതിപക്ഷ നേതാവുമായി അടക്കം ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ള നിലയിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരം ഒരു വിമർശനം LDFനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ CBIക്ക് വിട്ടുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിലും ഈ വിജ്ഞാപനം CBIക്ക് കൈമാറുന്നതിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന ഒരു റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വകുപ്പ് തല നടപടി ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിൽ ജോലി ചെയ്യുന്ന 3 ഉദ്യോഗസ്ഥർക്കെതിരെ ഈ നടപടി വന്നിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ വേഗത്തിലാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ആഭ്യന്തര സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി വളരെ പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തുളസി, വ്യക്തമാണ് കമലേഷ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് വിജ്ഞാപനം ഇറങ്ങിയിട്ടും നാളിതുവരെയായിട്ടും ഇതിന്റെ ഒരു തുടർ നടപടികളോ അല്ലെങ്കിൽ കേസ് CBIക്ക് കൈമാറുന്നതായിട്ടുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിൽ അമർഷം പുകഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഫോമ റിപ്പോർട്ട് ഇമെയിൽ വഴി അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രേഖ കൈമാറുന്നത് വൈകിപ്പിച്ചതിൽ ഇപ്പോൾ നടപടിയും ഉണ്ടായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് M സെക്ഷനിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. ഇവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിശദവിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.